തളിപ്പറമ്പ് ചൊറുക്കള ബാവുപറമ്പ് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം. വേനലിൽ പൊടിശല്യവും മഴക്കാലത്ത് ചെളിയും നിറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് യാത്രക്കാർ പോകുന്നത്. കാൽനടയാത്ര പോലും ദുഷ്കരമായ സാഹചര്യത്തിൽ അറ്റകുറ്റപ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. തളിപ്പറമ്പ് ചുറുക്കളയിൽ നിന്ന് ബാവുപറമ്പിലേക്കുള്ള 2.5 കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത്. വർഷങ്ങളേറെയായി റോഡ് തകർന്നു കിടക്കുകയാണ്. കുഴി ഏതാണ്, റോഡ് ഏതാണെന്ന് പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ്. വേനലിൽ പൊടിശല്യവും മഴക്കാലത്ത് ചെളിയും നിറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പോകേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക്. വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. കാൽനടയാത്ര പോലും ദുഷ്കരമാണ് ഇവിടെ. റോഡ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഇലക്ഷന് മുന്നോടിയായി മുൻ MLA നിർവഹിച്ചെങ്കിലും ഇതെങ്ങും എത്തിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എയർപോർട്ട് റോഡായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടി മെക്കാഡം ടാർ ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. നിലവിലെ റോഡിലെ അറ്റകുറ്റപ്രവൃത്തി അനിശ്ചിതത്വത്തിലായത് ജനങ്ങളെ ഏറെ പ്രയാസത്തിലാക്കുകയാണ്. പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ മുമ്പിലുള്ള റോഡായത്. ഈ റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ, നമ്മുടെ എയർപോർട്ട് റോഡ് എന്നാണ് ഇതിന് പേര് പറയുന്നത്. പക്ഷേ ഇതുവരെ എയർപോർട്ട് റോഡിൻ്റെ യാതൊരു പ്രയോറിറ്റി ഇതിന് കിട്ടിയില്ല. അത് മാത്രമല്ല, ജനങ്ങൾക്ക് നടന്നു പോകാൻ പ്രയാസമുള്ള ഒരു റോഡായി മാറിയിരിക്കുകയാണ്. എത്രയോ വാഹനങ്ങൾ കടന്നു പോകുന്നൊരു പ്രദേശമായി. ഇത്രമാത്രം ദയനീയമായ ഒരവസ്ഥ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കല്ലാണ്ട് കേരളത്തിൽ എവിടെയില്ല എന്ന് വളരെ ദയനീയമാണ്. പിന്നെ സാധാരണ ഒരു റോഡിൻ്റെ ഉദ്ഘാടനം നടക്കൽ ഒന്നുകിൽ ആ സീറോയിൽ ഉദ്ഘാടനം ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലാണ് വേണ്ടത്. ഇതല്ലാതെ മധ്യത്തിലൊരു ഉദ്ഘാടനം ചെയ്തു, അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാക്കി മാറ്റിക്കൊണ്ട് ഇത് ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായത്. MLA അത് കൊട്ടിഘോഷിച്ചെന്ന് മാത്രമല്ലാതെ ഇതിൻ്റെ പ്രയോജനം ആർക്കും കിട്ടിയില്ല. യാത്രക്കാരെയും കൊണ്ട് ഇതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു. റോഡ് ഇങ്ങനെയായിട്ട് ഒരുപാട് കാലങ്ങളായി വണ്ടി എടുത്ത് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുണ്ടിൽ വീണ് കഴിഞ്ഞാൽ മഴയെല്ലാം പോയി വെള്ളമായി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല, കുഴി ഏതാണ് പാതാളം ഏതാണ്, അങ്ങനെ ഒരു അവസ്ഥയിലായില്ലേ. നമ്മളെ കാണാൻ തുടങ്ങിയ കാലത്തെ ഈ റോഡ് ഇങ്ങനെയാണ്. ഈ ഫോർക്കിൻ്റെ ഇതെല്ലാം പിന്നടിക്കുന്ന ഒരു ഇതുണ്ട്. 2000 രൂപ ഒരു 5-10 പ്രാവശ്യം പോയാൽ അങ്ങനെ അവസ്ഥ. മെക്കാഡം റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതും കാത്തിരിക്കുകയാണ് നാട്ടുകാർ. എന്നാൽ അതുവരെ യാത്ര സുഗമമാക്കാൻ കുഴികളെങ്കിലും അടച്ച് റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.